Family health checkup 5,000 only. Labs MHL. Free home collection service. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്. മെട്രോപോളിസ് ലാബ്, കാര, അഞ്ചങ്ങാടി. മേത്തല എടമുക്ക് സഫ ചാരിറ്റബിൾ ട്രസ്റ്റും ലാരിബയും സംയുക്തമായി ആദരവ് സംഘടിപ്പിച്ചു. തിളക്കം 2025 എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ക്ഷീരകർഷകരിൽ 70 വയസ്സ് പിന്നിട്ട വ്യക്തികളെയും എടവിലങ്ങ് മഹല്ല് പരിപാലന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി സേവനമനുഷ്ഠിക്കുന്ന പൊയിലുങ്ങൽ ബീരാനെയും മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. സാഹിത്യകാരൻ ബക്കർ മേത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കുണ്ടാകണമെന്നാണ്. ആ അക്ഷരം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്ത് നേടിയിട്ടും കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ സ്നേഹം കൊണ്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുക. ഇപ്പൊ ഇവിടെ ലാരിബയുടെ പ്രവർത്തകർ, സഭയുടെ പ്രവർത്തകർ നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അല്പം ഊർജം തരിക, നിങ്ങളുടെ ചിറകുകൾക്ക് ബലം നൽകുക. ക്ഷീരകർഷകർ പണിയെടുത്ത് നടുവൊടിഞ്ഞ് 70 വർഷം കഴിഞ്ഞ് ആകെ തളർന്നിരിക്കുമ്പോഴതാ ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് ലാരിബ പറയുകയാണ്. പലിശരഹിത വായ്പ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊരു പ്രഖ്യാപനവുമുണ്ട്. അങ്ങനെ നിശബ്ദമായ സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ട് നിശബ്ദമായ സാമൂഹ്യ പ്രവർത്തനം ഒരു സാംസ്കാരിക പ്രവർത്തനമായി മാറുന്നത്. ട്രസ്റ്റ് ചെയർമാൻ ടി എ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കായി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഷറഫുദ്ദീൻ കടമ്പോട്ട്, തൃശൂർ ഡയറ്റ് ലെക്ചറർ മുഹമ്മദ് റാഫി മാസ്റ്റർ എന്നിവർ ക്ലാസ് നയിച്ചു. നഗരസഭാ കൗൺസിലർ രവീന്ദ്രൻ നടുമുറി മുഖ്യാതിഥിയായിരുന്നു. ട്രസ്റ്റ് മുഖ്യരക്ഷാധികാരി എഞ്ചിനീയർ എ അബ്ദുള്ള ആദരവിന് തുടക്കം കുറിച്ചു. അഷ്റഫ് എടമുക്ക് കവിതാലാപനം നടത്തി. സയ്യിദ് എറമംഗലത്ത് ആദരവ് ഏറ്റുവാങ്ങിയവരെ പരിചയപ്പെടുത്തി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷംസു എ സ്വാഗതവും ഹനീഫ അറക്കൽ നന്ദിയും പറഞ്ഞു. റഷ്യൻ, ഇ ഫോർ ഇംഗ്ലീഷ്, എസ് ഫോർ സ്പാനിഷ് പറയാനൊരു ഭാഷയാണ്, സ്പാനിഷ് ഉണ്ട്. പിന്നെ സി ഫോർ ചൈനീസ് ആൻഡ് എ ഫോർ അറബിക്. ഫ്രസ്ക എന്ന് ഒറ്റ വാക്ക് ഓർത്താൽ മതി. എന്താ ഓർക്കേണ്ടത്? ഫ്രസ്ക. താഴോട്ട് ഓർത്തോ, FRESCA, ഫ്രസ്ക. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ദിനാചരണങ്ങൾ അല്ലേ, ജനുവരി മാസം മാത്രം 8-9 പ്രത്യേകതകൾ നമ്മുടെ നാഷണൽ ലെവലിൽ ആചരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അമ്മ അല്ലെ, 9, 12, 15, 23, 25, 26, 29, 30. എത്ര ദിവസമായി? 8 എണ്ണമായി. അപ്പൊ ഇതൊക്കെ ഏതാ ദിവസങ്ങളൊക്കെയാ? ജനുവരി 9 ഒരു പ്രത്യേകത ഉണ്ട്, പറയാം ആർക്കെങ്കിലും? ജനുവരി 9. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവന്റെ പേരെന്താണെന്നറിയാവോ? ബാബു എന്നായിരുന്നു പേര്. അവന് പ്രവാസിയാകാനായിരുന്നു ഇഷ്ടം. ഞാൻ ഈ ദിനങ്ങളെല്ലാം കൂടെ ചേർത്തൊരു കഥ പറയാം. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഏത് ദിനമാണെന്ന് പറയണം കേട്ടോ. അവന് പ്രവാസിയാകാനായിരുന്നു ഇഷ്ടം. പ്രവാസിയാകാൻ ആഗ്രഹിച്ച യുവാവായ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ബാബു എന്നാണ് അവന്റെ പേര്. പ്രവാസിയാകാൻ ആഗ്രഹിച്ച യുവാവായ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. 2 ദിനങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ ദിനങ്ങളായിരിക്കും? പറഞ്ഞോ, ശരിയാ. പ്രവാസി ദിനവും യുവജന ദിനവും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എത്രയൊക്കെ ആയിരിക്കും? 9 എന്താണ്? അമ്മ, ഉമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓർക്കാൻ പറഞ്ഞ ആ 9 എന്താണ്? പ്രവാസി ദിനം. 12 യുവജന ദിനം. യുവാവ് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവന് പ്രവാസിയാകാനായിരുന്നു ഇഷ്ടം. പക്ഷെ കരസേനയിൽ ചേർത്തു. അവനെ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി ചേർത്തു?